കുറേ നേരമായി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ, അതുകൊണ്ട് ആരുടെ ഒരു ഗുഡ് ഈവനിങ് ഇങ്ങോട്ട് വരുന്നില്ല. എന്നാലും ഗുഡ് ഈവനിങ്. യെസ്, അത് മതി, അത് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. അപ്പോൾ എങ്ങനെയുണ്ട് ക്രിസ്മസ് സെലിബ്രേഷൻ, ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ? അടിപൊളിയായിട്ട് പോകുന്നല്ലേ? അപ്പം യെസ്, ഇന്നലെയും നമ്മൾ വന്നിരുന്നു. ഇന്നലെ ക്രിസ്മസിൻ്റെ വലിയൊരു ആഘോഷമായിരുന്നു. അപ്പം ഈ ഒരു ആഴ്ച ന്യൂ ഇയർ വരെയും ഭയങ്കര സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ഓരോ ദിവസവും ഓരോ പാർട്ടികളാണ്. യെസ്, ഇന്നും ലുലു മോളിൽ എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കാത്തിരിക്കുന്നത് ഒരു വലിയ പാർട്ടിയാണ്, ഒരു വലിയ സക്സസ്, ഒരു വലിയ സെലിബ്രേഷനാണ്. എസ്പെഷ്യലി ഇത് ഇവിടെ ഇരിക്കുന്ന ഈ കുറച്ച് പേരുണ്ടല്ലോ, ഈ ഒരു 10 ഫാമിലീസ്, ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലത്ത് മലയാളികൾക്ക് ഒരുപാട് സന്തോഷം നിറയ്ക്കാൻ ഒരേ സിനിമകൾ റിലീസായല്ലേ. ഒരുമിച്ച് ഒരു ദിവസം തന്നെ ഒരുപാട് സിനിമകളായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് റിലീസായിരുന്നത്. അതിൽ ഏറ്റവും മികച്ച അഭിപ്രായത്തോട് കൂടിയിട്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞ് ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് നമ്മുടെ സ്വന്തം അച്ചായൻ്റെ എൻ്റെ ഉമ്മാൻ്റെ പേര് അല്ലേ. അമ്മമാരോടൊപ്പം ഫാമിലിക്കൊപ്പം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമ. ഇക്കൂട്ടത്തിൽ സിനിമ കണ്ടവർ ഒരുപാട് പേരുണ്ടാവും. എന്തായാലും കാണണം. നമ്മൾ നോർമലി സിനിമകൾക്കൊക്കെ പോകുമ്പോൾ ആദ്യം ആരോടാണ് ചോദിക്കുന്നത്? സിനിമയ്ക്ക് പോകുന്ന കാര്യം വരുമ്പം ഒരു സിനിമ കാണാൻ തോന്നുമ്പോൾ ആദ്യം ആരെയാണ് ചോദിക്കുന്നത്? സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ആരോടാ ചോദിക്കാറുള്ളത്? ആരെങ്കിലും ഒന്ന് പറയുമോ? ഒരു സിനിമ കാണാൻ പോകണം മോള്, ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകണം, ആദ്യം ആരോടായിരിക്കും ചോദിക്കുക ഫ്രീ ആണോന്ന്? ആരോടൊപ്പം? ഫ്രണ്ട്സിനോടല്ല ആദ്യം ചോദിക്കുക, കള്ളം പറയില്ല. ആദ്യം നമ്മൾ ചോദിക്കുന്ന ഫ്രണ്ട്സിനോടാണ് അല്ലേ. ആദ്യം ഫ്രണ്ട്സിനോടാണ് ചോദിക്കുക. എന്നിട്ട് ഏത് സിനിമയാണെങ്കിലും ആദ്യം ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട് ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ സിനിമയ്ക്ക് നമ്മൾ പോകാറുള്ളൂ. പക്ഷെങ്കിൽ ഈ സിനിമ നമ്മൾ നമ്മുടെ ഉമ്മമാരോടൊപ്പം അമ്മമാരോടൊപ്പം പോകണം. കാരണം നമ്മളെല്ലാവരും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ അമ്മയാണ്. പക്ഷേങ്കിൽ ആ അമ്മയോട് എത്ര പ്രാവശ്യം പറയാറുണ്ട്, അമ്മേ ഐ ലവ് യു, അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ. ഈ ഒരു സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ എത്ര പ്രാവശ്യം പറയാറുണ്ട്? പറയൽ ഭയങ്കര കുറവാണ്. ഉള്ളിലുള്ള ഫീലിംഗ് മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷേങ്കിൽ ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, അമ്മയുടെ കയ്യിലൊന്ന് പിടിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നും. അത് ഉറപ്പാണ്. അപ്പം ഇതുവരെ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തിയേറ്റേഴ്സിൽ പോവുക. എൻ്റെ ഉമ്മാൻ്റെ പേര്, ഉമ്മയോടൊപ്പം തന്നെ മമ്മിയോടൊപ്പം തന്നെ പോയി കാണുക. സിനിമ കാണാൻ പോകുമ്പോൾ ചിലപ്പം തിയേറ്ററിലേക്ക് കയറുമ്പോൾ ടിക്കറ്റൊക്കെ ആയിട്ട് നമ്മൾ ഫ്രണ്ടിൽ നടക്കും, അമ്മ നമ്മുടെ ബാക്കിൽ വരും അല്ലേ, സീറ്റിൽ പോയിരിക്കും. പക്ഷേ സിനിമ കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ അമ്മയുടെ കയ്യെ പിടിച്ചുകൊണ്ടായിരിക്കും ഇറങ്ങി വരാൻ പോവുക. അത്രയും മനോഹരമായ ഒരു സിനിമയാണ് എൻ്റെ ഉമ്മാൻ്റെ പേര്. അപ്പം ഈ സിനിമ റിലീസായതിനോടൊപ്പം നമ്മളൊരു കോൺടെസ്റ്റ് നടത്തിയിരുന്നു. അതായത് ഈ സിനിമ നിങ്ങളുടെ അമ്മമാരോടൊപ്പം തിയേറ്ററിൽ പോയി കാണുക, സെൽഫി എടുത്ത് നമുക്ക് അയച്ചു തരിക. അതിൽ നിന്നും ലക്കി ആയിട്ടുള്ള 10 ഫാമിലീസാണ് നമ്മളുടെ മുമ്പിൽ ഈ വന്നിരിക്കുന്നത്. വലിയൊരു ഗൈഡ് നൽകാമോ ഇവർക്ക്? ഇവരുടെ പാരൻസിനോടൊപ്പമാണ്, അവർ അമ്മയോടൊപ്പമാണ് ഈ സിനിമ കാണാൻ പോയത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് കൊച്ചിക്കാർ മാത്രമല്ല കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെയുള്ള ആരൊക്കെ നമുക്ക് സെൽഫീസ്, ചിലരൊക്കെ ഭയങ്കര ബുദ്ധി, ചിലരൊക്കെ വീട്ടിൽ ഇരുന്നുള്ള സെൽഫീസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, പാർട്ടിയിലൊക്കെ ഇരുന്നുള്ള സെൽഫി അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നത് തിയേറ്ററിൽ തന്നെ ഇരുന്നുള്ള സെൽഫീസ് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ അയച്ചു തന്നിട്ടുള്ള 10 ഫാമിലീസാണ് നമ്മളോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളുടെ ക്രിസ്മസ് ഒരു മെരിയർ ഹാപ്പിയർ തീർച്ചയായിട്ടും എൻ്റെ ഉമ്മാൻ്റെ പേരാക്കിയിട്ടുണ്ട്. ആ ഒരു സ്നേഹം തിരിച്ചു നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഹിറ്റാക്കിക്കൊണ്ട് നല്ലൊരു അഭിപ്രായത്തോട് കൂടിയിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്ന ഒരു വലിയ ക്രിസ്മസ് ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പം ക്രിസ്മസ് സെലിബ്രേഷൻ എന്താണ്, ന്യൂ ഇയർ സെലിബ്രേഷൻ ഒരു ദിവസം കൊണ്ട് അങ്ങനെ കഴിയുന്നതാണോ? ഒരു ദിവസം കൊണ്ട് കഴിയില്ല. എല്ലാ ദിവസവും കണ്ടില്ലേ, അങ്ങനൊന്നും കഴിയില്ല. എല്ലാ ദിവസവും ഞങ്ങൾ പാർട്ടി ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലുലു മോളിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേറെ എവിടെ പോകണം? നമ്മുടെ ലുലു മോളിൽ തന്നേക്ക് വരിക. എല്ലാവരും ഇവിടെ തന്നെ വരും. ദ വേൾഡ് കംസ് ഹിയർ ടു സ്റ്റോപ്പ് ആൻഡ് യെസ്, ദിസ് ഈസ് ദ വേൾഡ് ഓഫ് ഹാപ്പിനെസ്. ആൻഡ് അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മാൻ്റെ പേരിൻ്റെ ഈ ഒരു കോൺടെസ്റ്റിൻ്റെ വിന്നേഴ്സിന് സമ്മാനം നൽകുവാനും അവരോടൊപ്പം മാത്രമല്ല നമ്മുടെ സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന, സിനിമ കണ്ടിട്ടുള്ളവർ, ടിക്കറ്റ് കാണാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നവർ, അവരോടൊക്കെ ഒപ്പം ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഈ ഒരു പോസ്റ്റർ ഇവിടെ വച്ചപ്പോൾ തൊട്ട് കുറേ പേര് ഇവിടെ വന്ന് ഇങ്ങനെ ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്, നിങ്ങൾ ആരെയാണ് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത്? ഒന്ന് ഉറക്കെ പറയാമോ? ആരെയാണ് കാത്തിരിക്കുന്നത്? ആരെയും കാത്തിരിക്കില്ല, ചുമ്മാ എൻ്റെ മുഖം കാണാൻ വന്നാണോ?
ഏ അയ്യേ, അപ്പൊ ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നൊന്ന് പറയാവോ? ആരെ? അച്ചായനെയാണോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. മേളുള്ളവര് കാണണ്ടേ നമ്മുടെ ടൊവിനോനെ? യെസ്, തീർച്ചയായിട്ടും അദ്ദേഹം ഇല്ലാതെ അച്ചായനില്ലാതെ നമുക്ക് എന്ത് ക്രിസ്മസ് ആഘോഷം. ആൻഡ് യെസ്, ഇവിടെ എത്തിച്ചേർന്നതാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ, നമ്മളോടൊപ്പം ഈ ഒരു ക്രിസ്മസ് ആൻഡ് യെസ് ഈ ഒരു കോൺടെസ്റ്റ് വിന്നേഴ്സിനോടൊപ്പം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എൻ്റെ ഉമ്മാൻ്റെ പേരെന്ന ചിത്രത്തിൻ്റെ സക്സസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു സിനിമ, അതിൽ ഒരുപാട് പേര് വന്നു ചേരും, ആക്ടേഴ്സ് വന്നു ചേരും, മ്യൂസിക് ഒക്കെ വന്നു ചേരും. പക്ഷേ ഈ സിനിമ ആദ്യം പിറക്കുന്നത് ഡയറക്ടറുടെ മനസ്സിലാണ്, ഡയറക്ടറിൻ്റെ ഉള്ളിലാണ്. സോ തീർച്ചയായിട്ടും ഇത് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന ഈ ഒരു വലിയ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ജോസ് സെബാസ്റ്റ്യൻ, റൈറ്റർ ആൻഡ് ഡയറക്ടർ. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം യു ഓൺ സ്റ്റേജ് സർ. നല്ലൊരു കൈയ്യോട് കൂടിയിട്ട് തന്നെ അദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഉമ്മേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്തപ്പോൾ തന്നെ എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷം. സാധാരണ ഇതേപോലെ ലുലുവിൽ ഇതിനു മുമ്പ് പല സിനിമകളുടെ ഇങ്ങനെ ലോഞ്ചും കാര്യങ്ങളെല്ലാം കാണാൻ വന്നിട്ടുണ്ട്. PVRലെ സിനിമ കാണാൻ വരും. ആദ്യത്തെ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഇവന്റിന് വരാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സന്തോഷമാണ്. അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും നമുക്ക് പറയണം? എനിക്കറിയാം സിനിമയെക്കുറിച്ച് ഒരുപാട്, കാരണം ഇപ്പോൾ റിലീസായിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഒരുപാട് പേര് ഇങ്ങനെ കാണാനിരിക്കുകയാണ്. ടിക്കറ്റ്സ് കിട്ടാനില്ല, ഞങ്ങളൊക്കെ നോക്കാറുണ്ട് എന്നും. അപ്പം ചോദിക്കാനുള്ള കാര്യമാണ്, കുറച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും ജോസിന് അമ്മയുമായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെമ്മറി നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റുമോ? ഭയങ്കര സിമ്പിൾ അല്ല, ഒരുപാടുണ്ടാവും. എന്നാലും ഈ സിനിമ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെമ്മറി, സിനിമ ഡയറക്ടർ ആവണോ, ഫിലിം ഫീൽഡിൽ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു മെമ്മറി നമ്മളോടൊപ്പം? ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയുന്നത് 21-ാം തീയതി സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഷോ അമ്മയായിട്ട് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അമ്മയുടെ കണ്ണിറഞ്ഞിരിക്കുന്ന ഒരു ഇത് കണ്ടപ്പോഴാണ് ഏറ്റവും നല്ല മെമ്മറി. അതാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സിനിമ അമ്മമാരോടൊപ്പം തന്നെ പോയി കാണുക. താങ്ക് യു സോ മച്ച് ജോസ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സോ മച്ച്. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഹിം. ഇത്രയും മനോഹരമായ ഒരു സിനിമ നമുക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു റിലേഷൻഷിപ്പാണ് അമ്മയുടെയും മക്കളുടെയും. ആ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴൊക്കെ സിനിമകൾ വന്നിട്ടുണ്ടോ, സിനിമ പോട്ടെ, ഒരു ചെറിയ പെയിൻറ്റിങ്, ഒരു സോങ് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അതിനൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ആ ഒരു ഫീലിങ്സിനെ നമുക്ക് ഒരുപാട് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് എൻ്റെ ഉമ്മാൻ്റെ പേര്. അതുപോലെ തന്നെ ഇത് ഹമീദിൻ്റെ ഐഷുമ്മയുടെയും കഥയാണ്. സോ ഹമീദും ഐഷുമ്മയും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരമായിട്ട് നമ്മളോട് കാത്തിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് കാത്തിരിക്കാം കേട്ടോ, കുഴപ്പമില്ലല്ലോ. നമ്മുടെ അച്ഛന് വേണ്ടി നമ്മൾ 5 മിനിറ്റ് എന്തല്ല, എത്ര നേരം വേണമെങ്കിലും നമ്മൾ കാത്തിരിക്കുക. അതാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ആൻഡ് യെസ്, ഒരു സിനിമയുടെ നമ്മൾ തിയേറ്ററിൽ പോയി കാണും. പക്ഷെ അതിന് മുമ്പായിട്ട് ഏതൊരു സിനിമ റിലീസാവുമ്പോഴും അതിനോട് കുറച്ചുകൂടെ സിനിമ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം കാണുന്നത് അതിൻ്റെ മ്യൂസിക്കിലൂടെയാണ്. അതിൽ പാട്ടുകൾ വരുമ്പോഴാണ് നമുക്ക് കുറച്ചൊക്കെ ഫീൽ ആവുന്നത് ആ സിനിമ എങ്ങനെയായിരിക്കും. നല്ല പാട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സിനിമ തിയേറ്ററിൽ പോയി, അത് നല്ല പാട്ടാണ് എന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകൾ നമുക്കുണ്ട്. ആൻഡ് ഇദ്ദേഹം തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ആൻഡ് യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ എൻ്റെ ഉമ്മാൻ്റെ പേരിലെ നമ്മുടെ ഉമ്മ ഐഷമ്മ ഉർവശി മാം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. നല്ല ഗംഭീരമായ ഒരു കൈയുടെ താങ്ക് യു സോ മച്ച് മാം. പ്ലീസ് ബി സീറ്റഡ്. ഞങ്ങൾക്ക് എൻ്റെ ഉമ്മാൻ്റെ പേര് എന്നൊരു മനോഹരമായ സമ്മാനം തന്നെ, ഏറ്റവും മനോഹരമായൊരു ഉമ്മയായതിന് ഒരുപാട് നന്ദി. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മ്യൂസിക്കിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ മ്യൂസിക്കും നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഹിറ്റാണ്, അല്ലെങ്കിൽ ഇതാരാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മ്യൂസിക്കിൻ്റെ ടോൺ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊരു ജോണറിലെ മ്യൂസിക് ആണെങ്കിലും ഏറ്റവും ഗംഭീരമായ രീതികളിൽ മലയാളികൾ എന്നും പാടി നടക്കുന്ന പാട്ടുകൾ നമുക്ക് മലയാളികൾക്ക് നൽകിയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് മിസ്റ്റർ ഗോപി സുന്ദർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ഹിം. സർ വേദിയിലേക്ക് കടന്നു വരണം. ആൻഡ് യെസ്, എൻ്റെ ഉമ്മാൻ്റെ പേരിൻ്റെ മനോഹരമായ പാട്ടുകൾ ഞങ്ങളിങ്ങനെ റിപ്പീറ്റിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒപ്പന പാട്ടിൻ്റെ ജോണറും ഒരു അമ്മയുടെയും മകൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന പാട്ടും പിന്നെ ഒരു റൊമാൻറ്റിക് ട്രാക്കും. എന്താണ് പറയാനുള്ളത് ലുലു മോളിൽ കാണുന്ന സ്നേഹത്തിനോട്? എല്ലാവരും സ്നേഹത്തിന് ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് സ്നേഹിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള പടങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു സിനിമയാണ്, മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന സിനിമകളിലൊരു സിനിമയാണ് എൻ്റെ ഉമ്മാൻ്റെ പേര്. ഇതിൽ മൊത്തം 3 സോങ്ങാണുള്ളത്. അതിൽ നജീം അർഷാദ് ഇവിടെ ഉണ്ട്,
അതിലൊരു പാട്ട് ഇപ്പം നജീം അർഷാദ് നിങ്ങൾക്ക് വേണ്ടി പാടുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ക്രിസ്മസ് ഇനിയും കഴിയാത്തൊരു ഫീലിംഗ് ആണ്. ഇവിടെ വരുമ്പോൾ ഫുൾ ക്രിസ്മസിൻ്റെ ഒരു ആംബിയൻസ് തന്നെയാണ്. വളരെ സന്തോഷമുണ്ടെങ്കിൽ എല്ലാവരെയും കാണുന്നതിലും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞങ്ങളെ ഒരു പാവം ഡയറക്ടർ, നമ്മുടെ ജോസ് എന്നുള്ള ഡയറക്ടറിൻ്റെ ആദ്യത്തെ സംരംഭമാണ്. പിന്നെ ഉർവശി ചേച്ചിയുണ്ട്, ടൊവിനോ ഒക്കെ തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് ആസ് എ പേഴ്സൺ, ആസ് എ കോമൺ ഓഡിയൻ, ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഭാഗമായതിൽ എന്നും എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ദാറ്റ്സ് ഇറ്റ്. നജീമിൻ്റെ ഒന്നുകൂടെ പാടാനായിട്ട്. എല്ലാവർക്കും സുഖമല്ലേ? ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നില്ലേ? എന്തായാലും ഒരു ഇവിടെ സുഖമല്ലേ എല്ലാവർക്കും? ഓക്കെ, നജീമിൻ്റെ കൂടെ പാടാനായിട്ട് പ്ലീസ് കം നജീം ഇർഷാദ്. ഓക്കെ സർ, എന്തായാലും നജീം ഇക്ക ഏറ്റവും ഒരു മെലഡിയസ് ആയിട്ടുള്ളൊരു സൗണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. ആ സൗണ്ട് ഏതൊരു പാട്ട് പാടിയാലും അതിന് ഓട്ടോമാറ്റിക്കലി അതൊരു ഹിറ്റ് ജോണറിലേക്ക് തന്നെ പോവും, ഒരു ഹിറ്റിൻ്റെ ലിസ്റ്റിലേക്ക് തന്നെ പോവും. സോ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ പേരിൽ ഒരു മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കാൻ പോവാണ്. നല്ലൊരു കൈയടി നൽകാം എല്ലാവരും ചേർന്ന് നമ്മുടെ സ്വന്തം നജീം ഇക്കയ്ക്ക് വേണ്ടിയിട്ട്. യെസ്, താങ്ക് യു സോ മച്ച് ഗോപി സർ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നല്ല സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ. ഗോപിച്ചേട്ടനോട് വളരെ നന്ദി. ഞാൻ ടോവിനോട് പടത്തിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. അപ്പം ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കണ്ടവർക്കും സിനിമ കണ്ടവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു. ഞാൻ പാട്ടിലേക്ക് പോകാം. സഞ്ചാരമായി ജീവിതം, അലഞ്ഞോടിയും ഞൊറിഞ്ഞാടിയും വെയിൽ ചില്ലയിൽ ജീവിതം. ഈ പാതയിൽ തീപ്പാതയിൽ നിൻ തേടലായി ജീവിതം. പൊടിക്കാറ്റിലെ മലർതെല്ല് പോൽ പറന്നോടും ഈ ജീവിതം. നിഴൽ പോലൊന്നു ചേർന്നേ നമ്മൾ, താനേ നോവ് മൂടി നമ്മൾ. റൂഹിൽ തന്നെ വാഴും റിസ്ത തേടിപ്പോകും ഓരോ ദൗര തുടരുകയോ. സഞ്ചാരമായി ജീവിതം, അലഞ്ഞോടിയും ഞൊറിഞ്ഞാടിയും വെയിൽ ചില്ലയിൽ ജീവിതം. മീനാരവും മുകൾ ചിത്രവും തേടും മുഖം നമുക്കേകുമോ. വാടുന്നൊരൻ മിഴിപ്പീലിയിൽ വാത്സല്യമേ കുളിർ പെയ്തു. വിഷാദങ്ങൾ മറഞ്ഞെങ്ങോ മുകിൽമാല പോലവേ. അകക്കണ്ണിൽ തെളിഞ്ഞേതോ ദിശാസൂചിക. ജന്നത്തിലെ മലക്കെന്ന പോൽ ദൂരങ്ങളിൽ ഒളിഞ്ഞെന്തിനോ. ജീവന്റെ കിതാബൊന്നിലായി ആദ്യാക്ഷരം പറന്നെങ്ങു പോയി. മരുക്കാടിൽ കരം നൽകും ജലാലെന്ന പോലൊരാൾ ഇളം മഞ്ഞായി പൊഴിഞ്ഞെങ്ങോ മൊഴിപ്പൂക്കളെ.
സഞ്ചാരമായി 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 ജീവിതം, അലഞ്ഞോടിയും ഞൊറിഞ്ഞാടിയും വെയിൽ ചില്ലയിൽ ജീവിതം, ഈ പാതയിൽ തീപ്പാതയിൽ നിൻ തേടലായി ജീവിതം, പൊടിക്കാറ്റിലെ മലർത്തല്ല് പോൽ പറന്നോടും ഈ ജീവിതം, നിഴൽ പോലൊന്നു ചേർന്നേ നമ്മൾ, താനേ നോമുടി നമ്മൾ, റൂഹിൽ തന്നെ വാഴും റിസ്ത തേടിപ്പോകും ഓരോ ദൗറ തുടരുകയോ. खुशियों की ज़मीन सीने से लगा, सीने से लगा अपना ये दहर की सफर. Thank you so much. സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇക്ക പാടുമ്പോഴൊക്കെ എൻ്റെ മൈൻഡിൽ ആ സീനറീസ് ആയിരുന്നു, ക്യൂട്ട് റിലേഷൻഷിപ്പ് അമ്മയുടെയും മകൻ്റെയും, അത് ഏറ്റവും മനോഹരമായത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ സോങ്. ഓൾസോ ടു യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സോങ്. വൺസ് അഗൈൻ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ലുലു മാൾ. ഓക്കെ, സോ ഈ പാട്ട്, ഈ സിനിമ കണ്ടവർ അല്ലെങ്കിൽ ഈ പാട്ട് കണ്ടവർക്ക് അറിയാം ഇതിനകത്ത് എന്ത് ക്യൂട്ടായിട്ടുള്ളൊരു റിലേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഐഷുമയുടെ ഹമീദിൻ്റെ. അപ്പോൾ ഐഷുമ, നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് ലെറ്റ്സ് വെൽക്കം ഉർവശി മാം ഓൺ സ്റ്റേജ്. ഗംഭീരമായ കയ്യടി ലുലുമോൾ. മേളിൽ നിൽക്കുന്ന എല്ലാവരും എത്രയോ വർഷമായി മലയാളികൾക്ക് എന്നും കണ്ട് ആസ്വദിക്കാനുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ക്യാരക്ടേഴ്സ് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐഷുമാന്ന് തന്നെ വിളിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള ആദ്യം ഈ പാട്ടിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. എന്ത് അത് പാട്ടിൽ ഈ പാട്ട് ഞാൻ നജീം പാടിയാണ് നേരിട്ട് കേൾക്കുന്നത്. ഞങ്ങളവിടെ ലക്നൗവിൽ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് റോഡിലും അവിടെ എവിടെയൊക്കെയാണ്. അപ്പോൾ പാട്ട് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റൂല. ഒരു സ്ഥലത്തല്ല, ഒരു ഷോട്ട് ഇവിടെ ആണെങ്കിൽ അടുത്ത ഷോട്ട് അടുത്ത റോഡിലായിരിക്കും. അപ്പോൾ ആ പാട്ട് ഷൂട്ട് ചെയ്ത സമയത്ത് കേട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നേരിട്ടിത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ ജോസ് പറ്റിച്ചു. സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പാട്ട് അയച്ചു തന്നത്. ഈ പാട്ട് ആ സ്പോട്ടിലുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഉത്സാഹമാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്ര രസമുള്ള പാട്ട്. കാരണം ആ അന്തരീക്ഷം അല്ലെങ്കിൽ അന്ന് ഷൂട്ട് ചെയ്തപ്പോഴുള്ള ആ പശ്ചാത്തലം ഇവിടെ വന്നതായിട്ട് എനിക്ക് തോന്നി. ആ നോർത്ത് ഇന്ത്യയുടെ നജീം ഉഗ്രനായിട്ട് പാടിയിട്ടുണ്ട് നജീം, ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ലുലുമാളി വരുന്നത്. സത്യം ഒന്ന് കൈയടിച്ച് സ്വാഗതം ചെയ്യോ നമ്മുടെ ലുലുമാളിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം എൻ്റെ മോളിവിടെ സ്ഥിരം വരുന്നതാണ്. അപ്പോൾ എപ്പോഴും അവൾ വിളിക്കും, അമ്മ വാമ്മ ഇവിടെ ലുലുമാളിൽ നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോൾ പലപ്പോഴും അതിന് ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പം ഇവിടെ വന്നൊരു ഓട്ടപ്രദർശനം നടത്തി തിരിച്ചു പോകുമെന്നല്ലാതെ നമുക്ക് പറ്റാറില്ല. ഇവിടെ ഇങ്ങനൊരു വരവാണ് ആദ്യത്തെ വരവ്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ലുലുമാൾ എന്നും എൻ്റെ സ്മരണയിൽ നിൽക്കും. കാരണം ഞാൻ എപ്പോൾ തിരിച്ചു വരുമ്പോഴും എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന എൻ്റെ പ്രേക്ഷകർ, നിങ്ങളാണ് എൻ്റെ ബലം, നിങ്ങളാണ് എൻ്റെ ശക്തി. കാരണം നിങ്ങളെ മാത്രം വിശ്വസിച്ചിട്ടാണ് ഞാൻ കുറേ കാലമായിട്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വരുമ്പോൾ നിങ്ങൾ എന്നോടുള്ള അടുപ്പം കൊണ്ടോ പാവത്വം കൊണ്ടോ അല്ലെങ്കിൽ അല്പസ്വല്പം തെറ്റുകുറ്റങ്ങൾ പറ്റിയാലും നിങ്ങൾ ക്ഷമിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. സോ ഈ പടവും ഞാൻ ചെയ്തത് അങ്ങനെയാണ്. ചെറുപ്പക്കാരുമായിട്ട്, പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ പേടി എന്ന് പറഞ്ഞാൽ അവരുടെ അത്രയും അപ്ഡേറ്റ് ആയിട്ടില്ല. ഞാൻ എൻ്റെ മൊബൈൽ പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത്രയും ടെക്നോളജിയൊക്കെ പഠിച്ച ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും അവർക്കൊപ്പം എത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ടൊവിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഹീറോ ആണ് ടൊവി. ഒരുപാട് പ്രേക്ഷകരുള്ള ആളാണ്. അപ്പം ഈ തലമുറയ്ക്ക് ഞാൻ അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പം ഇഷ്ടപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സംഗതി ഉണ്ട്. എന്തായാലും ഈ ലോഞ്ചിങ് എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു സംഗമം എനിക്ക് എൻ്റെ കരിയറിൽ മറക്കാനൊക്കാത്തൊരു കാര്യമാണ്. കാരണം ഒരു ക്രിസ്മസും പുതുവർഷവുമായിട്ട് നല്ലൊരു സിനിമയുമായിട്ട് വീണ്ടും എനിക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞാൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. താങ്ക്സ് ടു ജോസ്, ശരത്, അതുപോലെ ഗോപി, നജീം, ഇതിൽ പങ്കെടുത്ത എല്ലാവരും, ആൻഡ് പ്രത്യേകിച്ച് ടോവി ആൻഡ് ആൻഡോ ജോസഫിനെ പോലെ ഒരു നല്ല പ്രൊഡ്യൂസർ, CR സലീം, അദ്ദേഹവും
ഇതിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ, പക്ഷേ ആൻഡോയുടെ കൈകളിൽ ഈ ചിത്രം ഭദ്രമായിട്ടെത്തി ഇത്രയും നല്ല വിജയമാക്കി ആൻഡോ അതിനുവേണ്ടി പരിശ്രമിച്ചു. നിങ്ങളെല്ലാവരും ചിത്രം കണ്ടു, നല്ല അഭിപ്രായം പറഞ്ഞു. ഏറ്റവും നല്ല അഭിപ്രായമുള്ള സിനിമയാണ് ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ. അതിന് വളരെ നന്ദി. എല്ലാവരോടും വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. മാം പോവരുത്, മാം സ്റ്റേജിൽ തന്നെ നിൽക്കണം. കാരണം എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന ഈ സിനിമ റിലീസായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഉമ്മമാരോടൊപ്പം തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള കുറച്ച് പേരാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. സോ ഇവർക്ക് മാമിൻ്റെ കൈകളിലൂടെ സമ്മാനം കൊടുക്കാനുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മാമിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. വെൽ യെസ്, നമ്മുടെ ആയിഷമ്മയ്ക്ക് ആദ്യം തന്നെ നല്ലൊരു കൈയടി നൽകാം എല്ലാവരും ചേർന്നുകൊണ്ട്. ആൻഡ് യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. നമ്മുടെ ഈ ഒരു കോൺടെസ്റ്റിൻ്റെ ഒരുപാട് പേര് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെയാണ് നമ്മൾ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രണവ് ഉമ്മയോടൊപ്പം തന്നെ വേദിയിലേക്ക് കടന്നു വരിക. ആൻഡ് ഉർവശി മാമിൻ്റെ കൈകളിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങാം. പ്രണവ് അമ്മയോടൊപ്പം തന്നെ വെൽക്കം പ്രണവ്. ഇക്കൂട്ടത്തിൽ പ്രണവ് ആരാണ്? പ്രണവാണ്. പ്രണവ്, ഞാൻ കരുതി 2 പേര് ഇവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ ഞാൻ കരുതി 2 പേരുണ്ടെന്ന്. പ്രണവ് ഈ സിനിമ കണ്ടു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ. അമ്മയുടെ ഒപ്പമാണോ ഈ സിനിമ പോയി കണ്ടത്? അപ്പം ഞാൻ അമ്മയോട് ചോദിക്കാം, അമ്മ എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? എന്താണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നല്ല പടം, നല്ല ഫീൽ ചെയ്ത പടം. നന്നായിട്ട് ഫീൽ ചെയ്തു അല്ലേ ഈ സിനിമ? ഒരു അമ്മ മകൻ്റെ റിലേഷൻഷിപ്പ് ഒരുപാട് ഭംഗിയായിട്ട് ചെയ്തിരുന്നത് അല്ലേ? താങ്ക് യു സോ മച്ച് ഈ സിനിമ കണ്ടതിന്. അപ്പം പ്രണവിനും പ്രണവിൻ്റെ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ഉർവശി മാമിൻ്റെ കൈകളിലൂടെ ഈ സമ്മാനം നൽകാം. 2 പേരും ഒരുമിച്ച് അത് വാങ്ങിക്കാവുന്നതാണ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഉമ്മാൻ്റെ പേര് തിയേറ്ററിൽ തന്നെ പോയി കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്തതായി അമ്മയോടൊപ്പം തിയേറ്ററിൽ പോയി കണ്ട അൽക്ക അമ്മയോടൊപ്പം തന്നെ വേദിയിലേക്ക് കടന്നു വരിക. താങ്ക് യു സോ മച്ച് അൽക്കയ്ക്ക് വേണ്ടിയുള്ള സമ്മാനം. അയ്യോ, അൽക്കയുടെ ഗിഫ്റ്റ് എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന ഈ ഒരു ചിത്രത്തിന് ആദ്യം തന്നെ കൊടുത്ത സ്നേഹത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വെൽ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഈ സിനിമയുടെ നമ്മുടെ ജോസനോടൊപ്പം തന്നെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഈ സിനിമ എഴുതുവാനും അതിനോടൊപ്പം അദ്ദേഹത്തിന് ഒരുപാട് സഹായിച്ച, എൻ്റെ ഉമ്മാൻ്റെ പേര് സാക്ഷാത്കാരമാവാൻ അദ്ദേഹത്തിന് ഒരുപാട് സഹായിച്ച നമ്മുടെ കോ റൈറ്റർ ശരത്. ക്യാൻ വി ഹാവ് യു ഹിയർ ഓൺ സ്റ്റേജ്? ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ മിസ്റ്റർ ശരത്. വെൽക്കം സർ. വെൽക്കം. ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോഴും പറയും ചെറുപ്പക്കാർ സിനിമ എടുക്കുമ്പോൾ അവരുടെ ആ ഒരു ജോണറ് വേറെയാണ്, അവരുടെ തീം വേറെയാണ് എന്നൊക്കെ പറയും. പക്ഷേ ഈ 2 ചെറുപ്പക്കാർ വന്നിട്ട് എടുത്തിരിക്കുന്നത് അമ്മയും മകനുമായുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ആ ഒരു തോട്ടിന് ആദ്യം തന്നെ നല്ലൊരു കൈയടി നൽകാം എല്ലാവരും ചേർന്നുകൊണ്ട്. അപ്പം ശരത്, ഈ സിനിമ എഴുതിയപ്പോൾ എത്ര പ്രാവശ്യം കരഞ്ഞിരുന്നു എന്ന് ആദ്യം പറഞ്ഞു, അല്ലെങ്കിൽ ചിരിച്ചിരുന്നു? എന്തായിരുന്നു ഫീലിംഗ്? പ്ലീസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാം. ഈ സിനിമ എഴുതിയപ്പോൾ ഞങ്ങൾ വളരെ ആസ്വദിച്ചാണ് ഞാനും ജോസും ഈ സിനിമ എഴുതിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ എഴുതാൻ തുടങ്ങും ഇൻ ദ സെൻസ് ഞങ്ങൾ മീറ്റ് ചെയ്യും, പിന്നെ വൈകുന്നേരം വരെ പല പരദൂഷണങ്ങളും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് വെറുതെ ഇരിക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ എഴുതാൻ തുടങ്ങുന്നത്. അതും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിച്ചൊക്കെയാണ് ഞങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. വളരെ രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാനും ജോസും ഇതിനു വേണ്ടി തന്നെ പരിശ്രമിച്ച്, എന്താ പറയുക, എനിക്കിപ്പോൾ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സത്യത്തിൽ. കാരണം നേരത്തെ ജോസ് പറഞ്ഞ പോലെ ഞാനും ജോസും കൂടെ തന്നെ ഈ ലുലു മോളിൽ പല സിനിമകളുടെയും ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടും ഇവിടെയൊക്കെ വന്നിരുന്ന് കാണുമായിരുന്നു. ഞങ്ങൾ അകത്തോട്ടൊന്നും അറിയില്ലായിരുന്നു. അവിടെയും ഇവിടെയൊക്കെ ആയിട്ടിരുന്ന് കണ്ടിരുന്നവരാണ് ഞങ്ങൾ 2 പേരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നം നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, അതിൻ്റെ പുറകെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്വപ്നം സാധിച്ചെടുക്കാൻ പറ്റും. വളരെ സന്തോഷമുണ്ട് ഇവിടെ സംസാരിക്കുന്നതിന്. ശരത് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടും, പക്ഷെ എഴുതാൻ നന്നായിട്ട് വാക്കുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല സിനിമകൾ ഇനിയും ഞങ്ങൾ ഈ ഒരു കൂട്ടുകെട്ടിൽ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ശരത്. താങ്ക് യു സോ മച്ച്. വെൽ യെസ്,
എൻ്റെ ഉമ്മാൻ്റെ പേര് ഇതിൻ്റെ നമ്മുടെ ഹമീദിനെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഓൺ ദ വേ ആണ്. മലയാളികളായ സ്പെഷ്യലി കൊച്ചിക്കാരായ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കൊച്ചിയുടെ അവസ്ഥ എന്താണ്. അവിടെ നിന്ന് ലുലു മാളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് അദ്ദേഹം ഓൺ ദ വേ ആണ്. ഉടനെ തന്നെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. 10 പേരാണുള്ളത്. അപ്പം അടുത്ത നമുക്ക് 2 പേർക്കും കൂടി ഗിഫ്റ്റ് കൊടുക്കണ്ടേ. ഈ ഇരിക്കുന്ന കുറച്ച് നേരമായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ ഐ റിക്വസ്റ്റ് ഗോപി സർ ടു വൺസ് അഗെയിൻ കം അപ്പ് ഓൺ സ്റ്റേജ്. നമ്മുടെ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അമൃതേഷ്. അമ്മയോടൊപ്പം തന്നെ സ്റ്റേജിലേക്ക് വരണം. വെൽക്കം അമൃതേഷ്. സമ്മാനം വാങ്ങിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ മൈക്ക് പിടിക്കുമോ? അതായത് ഈ സിനിമയ്ക്ക് അമൃതേഷ് ആണോ ഉമ്മയെ കൊണ്ടുപോയത്, ഉമ്മയാണോ അമൃതേഷിനെ കൊണ്ടുപോയത്? ഞാനാണ് അമ്മേനെ കൊണ്ടുപോയത്. ഞാനാണ് കൊണ്ടുപോയത്. ധൃതി പിടിപ്പിച്ച് വഴക്കുണ്ടാക്കിയിട്ട് കൊണ്ടുപോയതാണോ? അല്ല, അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എത്രല്ലോ പഠിക്കുന്നത്? ഞാൻ +1 പഠിക്കുന്ന മോനാണ് അമ്മയും കൊണ്ട് സിനിമയ്ക്ക് പോയത്. നല്ലൊരു കൈയുടെ. അമ്മയാണോ അച്ഛനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നും ഇല്ല, എല്ലാരും ഇഷ്ടമല്ല, രണ്ടുപേരും ഇഷ്ടമാണ്. അങ്ങനെ താങ്ക് യു സോ മച്ച് മോനു. അപ്പോൾ അമൃതേഷിന്റെ സമ്മാനം പോരട്ടെ. അപ്പം അമ്മയും സിനിമ കണ്ടിരുന്നു. അമ്മയോടും നമ്മൾ അഭിപ്രായം ചോദിക്കുന്നതാണ്. അമ്മയും വാങ്ങിക്കുക. അപ്പൊ അമ്മ പറ, ഇങ്ങനെ പോയാൽ മതിയോ? ഒരുപാട് സിനിമകൾ നല്ലൊരു കുടുംബചിത്രമാണ്. കുടുംബസമേതം കാണാവുന്ന നല്ലൊരു ചിത്രമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കുടുംബസമേതം പോയി കാണാമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബസമേതം തന്നെ പോയി കാണുക. അമൃതേഷ്, താങ്ക് യു സോ മച്ച് അമ്മ. താങ്ക് യു. നെക്സ്റ്റ് രശ്മി എവിടെ? രശ്മി വായു. രശ്മിയും രശ്മിയുടെ ക്യൂട്ട് രശ്മി അലോങ് വിത്ത് ക്യൂട്ട് മമ്മ, വെൽക്കം. അപ്പം നമ്മുടെ രശ്മിക്കുള്ളൊരു സമ്മാനം കൂടി വരികയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ടു ദിസ് വണ്ടർഫുൾ മൂവി. എൻ്റെ ഉമ്മാൻ്റെ പേര്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഗോപി സർ ഫോർ ഡൂയിങ് ദ ഓണേഴ്സ്. താങ്ക് യു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സിനിമ ഇവർ കണ്ടു, നമ്മളെല്ലാം ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ ലക്കി ആയിട്ടുള്ള 10 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കൂട്ടത്തിൽ എത്ര പേര് ഈ സിനിമ ഓൾറെഡി കണ്ടിട്ടുണ്ടോ? ഒന്ന് കൈപൊക്കാമോ? ഈ ഇരിക്കുന്നവരല്ല, അവിടെ ബാക്കിൽ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് എനിക്കറിയാം. ബാക്കിൽ നിൽക്കുന്നവർ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ട്? ഓക്കെ, ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ സിനിമയിലെ അതായത് എന്തെങ്കിലും ഒരു ഫുള്ളായിട്ട് സീൻ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സിനിമയുടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കാര്യം നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാവുന്നതാണ്. ക്ലൈമാക്സ് ഒന്നും പറഞ്ഞു തരരുത്, ഇടയ്ക്കൊന്നും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സീന് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അത്രയ്ക്ക് മനസ്സിൽ തട്ടിയ ഒരു സീൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ? എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട കുറേ ട്രെയിലറിനകത്ത് തന്നെ കുറച്ച് സീൻസ് ഉണ്ട്, കുറച്ച് ഡയലോഗ്സ് ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഫസ്റ്റ് തന്നെയുള്ളൊരു ചിരി ടൊവിനോടെ. നല്ല രസമുണ്ട് അതിനകത്ത് ഓരോ സംഭവങ്ങളും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടോ? മേരാ ഉമ്മ കാ നാം മേരാ ഉമ്മ കഹാ, അങ്ങനെ ഹിന്ദിയിലൊക്കെ സംസാരിക്കുന്ന ടൊവിനോ നമ്മൾ കാണാൻ പറ്റി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൈവയ്ക്കുക. അതിനുള്ള വഴി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഉണ്ടെന്നാണോ പറഞ്ഞത്? മൊബൈലൊക്കെ കൈ പൊക്കുമ്പോൾ ഞാൻ കരുതുന്നത് എന്നോട് പറയാൻ വേണ്ടിയിട്ടാണ്, ഫോട്ടോ എടുക്കാനല്ലേ? എനിക്കറിയാം ഉള്ളിൽ എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട്, ഒരുപാട് സീൻസ് ഉണ്ടാവും. പക്ഷെ പറയാനുള്ളൊരു ഇത് നമ്മുടെ ഉള്ളിലുണ്ടാവുമെന്ന്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? സിനിമ കണ്ടിട്ട് എന്നോടൊപ്പം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ റെഡി ആയിട്ടുള്ള കുറച്ച് പേര് ഇവിടെയുണ്ട്. അപ്പം അവർക്ക് തന്നെ നമ്മൾ അടുത്ത ഗിഫ്റ്റ് കൊടുക്കുവാൻ പോവുകയാണ്. നജീമിക്ക വേദിയിലേക്ക് വന്ന് നമ്മളോടൊപ്പം ഈ ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് നമ്മുടെ ഈ ഒരു വണ്ടർഫുൾ ഓഡിയൻസിന് നൽകണം പ്ലീസ്. ആൻഡ് റിബിൻ ആണ് നമ്മുടെ അടുത്ത ആള്. റിബിൻ ആരാ? ഇതാ വരുന്നുണ്ടല്ലേ, അവിടെ ബാക്കിൽ എവിടെയോ പോയി നിൽക്കുക. ഇങ്ങനെയൊക്കെ ഉമ്മേനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ റിബിനെ? ഓടിയായോ? അപ്പം റിബിൻ്റെ ഉമ്മയോടൊപ്പം ഈ സിനിമ കണ്ടിരുന്നു. റിബിന് വേണ്ടി സമ്മാനം കൊടുക്കുന്നതിന് മുൻപായിട്ട് റിബിൻ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇതിലെ ഉമ്മേനെയാണ് ഇഷ്ടപ്പെട്ടത്.
അത് ഉമ്മ അവിടെ ഫ്രണ്ട് ഇരിക്കുന്നോണ്ടാണോ പറയുന്നത്? എനിക്ക് കൂടുതലായിട്ടും ഉമ്മനെ ഇഷ്ടപ്പെട്ടത്. ഉമ്മനെ ഇഷ്ടപ്പെട്ടു. ഉമ്മയുടെ ആ ഒരു ചെറിയ കുസൃതി, ആ ഒരു ക്യാരക്ടറും. ഇല്ല, ഇതിന്റെ ഉമ്മനെ അന്വേഷിച്ച് പോണതും ഭയങ്കര സംഭവങ്ങളൊക്കെ ഇരുന്നു. താങ്ക് യു സോ മച്ച്. അമ്മയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നു ഈ സിനിമ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. മകന് അമ്മനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അച്ചോടാ, താങ്ക് യു സോ മച്ച്. എങ്ങനെ ഈ മകൻ എങ്ങനെ പറഞ്ഞ അനുസരിക്കോ? നല്ല മകനാ, നല്ല പോലെ അനുസരിക്കും. നല്ല സ്നേഹമുള്ള മകനാ. നല്ല സ്നേഹമുള്ള മകനാ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കൊണ്ടുപോയി കാണിച്ചത്. ഈ മദർ സൺ ഡ്യൂവോക്ക് വേണ്ടി നല്ലൊരു കൈഡി എന്നൊക്കെ എല്ലാവരും ചേർന്നുകൊണ്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് യെസ്, ഹിയർ കംസ് ദ ഗിഫ്റ്റ്. Thank you so much, Rivin. Thank you so much. Thank you so much. Thank you so much, Najimika. Thank you so much. Take your seat. Well, yes, Lulu Mall. The moment has arrived. ഇത്രയും നേരം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ സ്വന്തം അച്ചായൻ ഹമീദ് ഫ്രം എന്ന ഉമ്മാന്റെ പേര് ടൊവിനോ തോമസ്. Once again, Lulu Mall, make some noise for Tavino. Thank you so much. Well, yes. നമ്മൾ ഇത്രയും നേരം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന കുറച്ച് നേരമായിട്ട് ലുലു മോൾ മുഴുവൻ മലയാളികൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ സ്വന്തം അച്ചായൻ വന്നത് എങ്ങനെയാണ്? ഒരു സാന്റക്ലോസ് ആയിട്ട് തന്നെയാണ്. എന്തായാലും നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എൻ്റെ ഉമ്മാന്റെ പേര് തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ മൂവി ടൊവിനോ. വെൽ യെസ്, അപ്പൊ ഇനി ഒട്ടും തന്നെ താമസിക്കാന്ന് എനിക്കറിയാം. ഇനി ഞാൻ ടൊവിനോ എവിടെ ഇരുത്തിയാൽ നിങ്ങൾ എല്ലാവരും എന്നെ വഴക്കുണ്ടാക്കുമെന്ന്. ഇവിടെ നിന്ന് ഒച്ചപ്പാടും പോലെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് with a big round of applause, let's welcome Tavino Thomas onto the stage. ടൊവിനോ സ്റ്റേജിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. അതിനോടൊപ്പം തന്നെ ടൊവിനോ ഒറ്റയ്ക്ക് വരരുത്. ഉമ്മയുടെ കൈ കൂടി പിടിച്ചുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് വേദിയിലേക്ക് കടന്നു വരാം. അപ്പൊ ഇനി ഞാൻ ഇവരോടൊരു ക്രൂരത കാണിക്കാൻ പോവാണ്. അത് മറ്റൊന്നുമല്ല, ഇവിടെ എല്ലാവരും ഇപ്പൊ കാത്തിരിക്കുന്ന ടൊവിനോ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കീപ് ദ ബെസ്റ്റ് ഫോർ ദ ലാസ്റ്റ് എന്നൊരു പഴഞ്ചൊല്ലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബെസ്റ്റ് ലാസ്റ്റിലേക്ക് കീപ്പ് ചെയ്യാണ്. ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരമായി കാത്തിരിക്കുന്ന നമ്മുടെ ഇവർക്കുള്ള സമ്മാനം, എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന ഈ ഒരു ചിത്രം തിയേറ്ററിൽ പോയി കണ്ട് ഉമ്മമാരോടൊപ്പം സെൽഫീസ് എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ അവർക്കുള്ള സമ്മാനം നൽകുകയാണ്. ഓൾറെഡി നമ്മൾ കുറച്ച് പേർക്ക് സമ്മാനം കൊടുത്തു. അടുത്തതായിട്ട് മിനിമോൾ അമ്മയോടൊപ്പം സ്റ്റേജിലേക്ക് കടന്നു വരിക. അമ്മയോടൊപ്പം തിയേറ്ററിൽ പോയി കണ്ട ഒരു കൊച്ചു മിടുക്കിയാണ് സ്റ്റേജിലേക്ക് വരുന്നത്. വെൽക്കം മിനിമോൾ. മിനിമോൾക്കും അമ്മയ്ക്കുമുള്ള സമ്മാനം ഇവിടെ നിന്ന് നമ്മൾ നൽകുകയാണ്. ടൊവിനോയുടെ കൈകളിലൂടെ ഉർവശി മാം ചേർന്നുകൊണ്ട് സമ്മാനം രണ്ടുപേരും ചേർന്ന് ഏറ്റുവാങ്ങിക്കോളൂ. താങ്ക് യു സോ മച്ച്. ഈ സിനിമ റിലീസായി ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പോയി തിയേറ്ററിൽ കണ്ടതിന് താങ്ക് യു. താങ്ക് യു. രശ്മി അപ്പം നമ്മുടെ വിജയുടെ സമ്മാനമാണ് നൽകേണ്ടത്. താങ്ക് യു സോ മച്ച്. ആൻഡ് യെസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എനിക്കറിയാം നമ്മളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ പേര് കാണാം. ഒരുപാട് പേർക്ക് ഇനിയും സമ്മാനം കിട്ടാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്, അതും കേക്ക് കട്ട് ചെയ്തുകൊണ്ട്. സോ ഐ റിക്വസ്റ്റ് ദ പീപ്പിൾ ഹു ആർ സിറ്റിംഗ് ദെയർ, നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ വേദിയിലേക്ക്. ഗോപി സർ പ്ലീസ്, നജിമിക ആൻഡ് നമ്മുടെ ഡയറക്ടർ ആൻഡ് നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ആൻഡ്രോ ജോസഫ്, അദ്ദേഹത്തിനെയും വളരെ ബഹുമാനപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഡ്യൂസർ ആൻഡ്രോ ജോസഫ്, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിച്ചിരുന്നത്. നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ആൻഡ്രോ ജോസഫ്.
ആൻഡ് നൗഫ്. ഈ ഇരിക്കുന്ന 10 പേര് നിങ്ങളോടൊപ്പമാണ് നമ്മൾ ഈ വർഷം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വേദിയിലേക്ക് കടന്നു വരാം. നമുക്ക് ടൊവിനോ, ഋഷി മാം അലോങ് വിത്ത് ദ ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് എൻ്റെ ഉമ്മാൻ്റെ പേര് അവരോടൊപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും സമ്മാനം കിട്ടിയവരും കിട്ടാത്തവരും എല്ലാവർക്കും വരാം സ്റ്റേജിലേക്ക്. സമ്മാനം ഇനി വാങ്ങിക്കാനുണ്ടെന്ന് എനിക്കറിയാം. അവർക്കും നമുക്ക് വേദിയിലേക്ക് വരാവുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏറ്റവും മികച്ച അഭിപ്രായത്തോടു കൂടി എൻ്റെ ഉമ്മാൻ്റെ പേര് തിയേറ്ററുകളിൽ ഇങ്ങനെ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആ സിനിമ പോയി തിയേറ്ററിൽ കണ്ടു, നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ സപ്പോർട്ട്. ആർക്കും ഒരു സിനിമ കണ്ടിറങ്ങുന്നവർക്ക് ഒരിക്കലും ഒരു നിരാശയാവില്ല. വളരെ സ്നേഹത്തോടെ, വളരെ ഇമോഷണൽ, അതുപോലെ തന്നെ സന്തോഷം നിറഞ്ഞൊരു ഫീലോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. വെൽ യെസ്, ഹിയർ വി ഗോ. നമ്മളിവിടെ എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന ഈ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ സക്സസ് സെലിബ്രേറ്റ് ഇവിടെ ചെയ്യാൻ പോവുകയാണ്. യെസ്, ടൊവിനോ, ഉർവശി മാം ടുഗെദർ നമുക്ക് കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഓഫീസ് എല്ലാവരും ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് നല്ല ഗംഭീരമായ ഒരു കൈയടിയോട് കൂടിയിട്ട് we gonna celebrate the success of എൻ്റെ ഉമ്മാൻ്റെ പേര്, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം. യെസ്, നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാണ് എൻ്റെ ഉമ്മാൻ്റെ പേര്. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്, ഇത്രയും മനോഹരമായൊരു തുടക്കം തന്നതിനെ ഹിറ്റ് ലിസ്റ്റിലേക്ക് ചേർത്തത് കൊണ്ടാണ് നമുക്കിതിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഒരു 100 ദിവസം 200 ദിവസം ഓടിയതിൻ്റെ സക്സസ് നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ദ ഫാമിലി, താങ്ക് യു സോ മച്ച്. ഐ റിക്വസ്റ്റ് നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ വേദിയിൽ തന്നെ ഉണ്ടാവണം. ബാക്കി എല്ലാവരും യു ക്യാൻ പ്ലീസ് സ്റ്റെപ്പ് ഡൗൺ. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. 4 ദിവസം കൊണ്ട് തന്നെ നമുക്ക് തന്ന സ്നേഹത്തിന്. നമുക്ക് എല്ലാവർക്കും ടൊവിനോടൊപ്പം സെൽഫി എടുക്കണം എന്ന് എനിക്കറിയാം. അതിനുള്ള ചാൻസ് തീർച്ചയായിട്ടും നമ്മൾ തരുന്നതായിരിക്കും, പേടിക്കേണ്ട. താങ്ക് യു. ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഫ്ലൈറ്റ് ഉണ്ട്, മാമിന് ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് ഓടിയെത്തണം. സോ അതുകൊണ്ട് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് യെസ്, നമ്മളോട് 2 വാക്ക് സംസാരിച്ച് അദ്ദേഹത്തിനെ നമ്മൾ യാത്ര അയക്കുകയാണ്. എന്തായാലും എനിക്ക് വേണ്ടി കാണുന്നവർ എനിക്ക് വേണ്ടി കാണുക, അതിനേക്കാൾ കൂടുതൽ ടൊവിക്ക് വേണ്ടി കാണുന്നവർ ടൊവിക്ക് വേണ്ടി കാണുക, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി നിങ്ങളെല്ലാവരും കാണുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് നിങ്ങളുടെ സന്തോഷമായിട്ടുള്ള റിയാക്ഷനായിട്ട് കണക്കാക്കുന്ന. എനിക്ക് 9:30 ഫ്ലൈറ്റാണ്. നമ്മുടെ ഈ ട്രാഫിക്കിൽ അങ്ങ് പോയി എത്തണം. അതുകൊണ്ടാണ് ഒരു പൊടിക്കൊച്ചി വീട്ടിലിരിപ്പുണ്ട്. അത് വളർന്ന മോൻ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓൾ ദ വെരി ബെസ്റ്റ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് തീർച്ചയായിട്ടും ലുലു മോളിലേക്ക് വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ആയിഷോമയ്ക്ക് എല്ലാവരും ചേർന്നുകൊണ്ട് ഷോ സം ലവ് ലുലു മോൾ, കം ഓൺ. വെൽ യെസ്, ഞാൻ നിങ്ങളിവിടെ നിർത്തിയിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു കാര്യമുണ്ട്. നമ്മുടെ ലുലു മോളിൻ്റെ ക്രിസ്മസ് ഡെക്കോർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും മനോഹരമായ രീതിയിലുള്ളൊരു ക്രിസ്മസ് ഡെക്കോറാണ് ഈ വർഷം ലുലു മോൾ ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ കുറച്ച് വ്യത്യസ്തമായ ഒരു ഡെക്കോർ കൂടിയുണ്ട്. അതായത് ഈ വർഷം ക്രിസ്മസിനോടനുബന്ധിച്ച് ലുലു മോൾ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്, റിസൈക്കിൾ ജോയ് എന്ന പേരിൽ. അതായത് നമ്മൾ ഈ കാണുന്ന ക്രിസ്മസ് ട്രീ ആയാലും ഈ ക്രിസ്മസ് റീറ്റ്സ് ആയാലും ഇതൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോ എല്ലാവരും ബാൻ
പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റീസൈക്കിൾ പ്ലാസ്റ്റിക് എന്നെല്ലാവരും പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് ആർക്കെങ്കിലും ഒരു ചുവട് വെക്കണം. അത് ലുലു മോൾ ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു ചെറിയൊരു തുടക്കമായിട്ട് നമ്മൾ ഇതിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഡംപ് ചെയ്യുന്ന ഒരു ചെറിയൊരു തുടക്കം നമ്മളിവിടെ ചെയ്യുകയാണ്. സോ ടൊവിനോ ആണ് ഫസ്റ്റ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഹിയർ വി ഹാവ് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ഇതിനെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ, ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ടൊവിനോ ഇത് ചെയ്യാൻ പോവാണ്. റിസൈക്കിൾ ജോയ് വരാൻ പോകുന്ന ഓരോർക്കും നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമുക്ക് ലുലു മോൾ ഇതുപോലത്തെ ബോക്സസ് ഉണ്ടാവും. നിങ്ങളുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇവിടെ ഡംപ് ചെയ്യുക, നമ്മളത് റീസൈക്കിൾ ചെയ്യുന്നതായിരിക്കും. യെസ്, ഹിയർ വി ഗോ. താങ്ക് യു സോ മച്ച് ലുലു മോൾ, ടൊവിനോ ഫോർ ഡൂയിങ് ദിസ്. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ദ ഇനീഷ്യേറ്റീവ്. നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് തുടക്കം ഇവിടെ ചെയ്തിരിക്കുകയാണ്. ബേബി സ്റ്റെപ്സ് ആണ്. താങ്ക് യു സോ മച്ച്. അപ്പം താങ്ക് യു സോ മച്ച് ഗോപി സാർ, താങ്ക് യു സോ മച്ച് ജോസഫ്. ടൊവിനോ റിക്വസ്റ്റ് ചെയ്യുന്നു വേദിയിൽ തന്നെ കീപ്പ് ചെയ്യാം. താങ്ക് യു. ടൊവിനോ ഇവിടെ നിൽക്കണം, നമുക്ക് കുറച്ച് പേർക്കും കൂടി ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് കാവ്യ യെസ്, കം അലോങ് വിത്ത് യുവർ മമ്മ. താങ്ക് യു സോ മച്ച് കാവ്യ. തിയേറ്ററിൽ പോയി സിനിമ കണ്ട ഒരു വ്യക്തിയാണ് കാവ്യയും. അപ്പോൾ കാവ്യയ്ക്കുള്ള സമ്മാനം കൊടുക്കുന്നതിന് മുൻപായിട്ട്, കാവ്യ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആളാണ്, അമ്മയോടൊപ്പം പോയി കണ്ട ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയൂ. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി ഫിലിം കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് ഒരു മദർ ആൻഡ് ചൈൽഡ് തമ്മിലുള്ള. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്ത ഒരു മൂവിയാണ്. ഐ ലവ് ദ മൂവി. താങ്ക് യു. അപ്പം ഇത് നമ്മുടെ താങ്കളുടെ കുട്ടിയാണോ? അതെ. അത് 3 ജനറേഷൻ ഒരുമിച്ചാണോ ഈ സിനിമ പോയി കണ്ടത്? ഞാനും അമ്മയും മാത്രമേ പോയി. അത് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ലായിരുന്നല്ലേ. അപ്പം അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ സിനിമയിൽ? എനിക്കിഷ്ടപ്പെട്ടത് ഉമ്മ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ്. ആൻഡ് ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതാണ് എനിക്കിഷ്ടം. അമ്മമാർ സ്നേഹം ഉള്ളി വെച്ചാൽ പോരാ, അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യണം. താങ്ക് യു സോ മച്ച് അമ്മ. സോ യെസ്, തിയേറ്ററിൽ പോയി സിനിമ കണ്ടിരുന്നു. ആൻഡ് ഇതൊരു ചെറിയ സ്നേഹ സമ്മാനം എൻ്റെ ഉമ്മാൻ്റെ പേര് എന്നൊരു ടീമിൻ്റെ വക. യെസ്, ഹിയർ വി ഗോ. ആൻഡ് യെസ്, ഞാൻ പറഞ്ഞിരുന്നു ഇതുവരെ സെൽഫി എടുക്കാത്തവരുണ്ടെങ്കിൽ ഈ ഫാമിലി നിങ്ങൾക്ക് സെൽഫി എടുക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ഫാമിലി ലാൽജി എവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വരണം. ലാൽജി. ഓക്കെ. റോജ വെൽക്കം. അപ്പം നമ്മുടെ ഈ ഇതൊരു ലാസ്റ്റ് ഫാമിലിയാണ്. 10 പേരുടെയും സമ്മാനം നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സോ വെൽക്കം റോജയ്ക്കുള്ളൊരു സമ്മാനം പെട്ടെന്ന് തന്നെ പോയിട്ട്. ആൻഡ് റോജ സെൽഫി തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ, ഫോൺ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ടോ? അവിടെ നിന്ന് എടുക്കുകയാണ്. ആ ഫോണൊന്ന് കൊടുക്കുക, സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് റോജയ്ക്ക് ടൊവിനോടൊപ്പം. അതിന് മുമ്പ് നമുക്ക് സമ്മാനം വാങ്ങിക്കണ്ടേ, എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാം. സോ പ്ലീസ് ക്യാൻ വി ഹാവ് ദ ഗിഫ്റ്റ് പ്ലീസ്? യെസ് റോജ, നമുക്ക് അങ്ങോട്ടേക്കൊന്ന് ഫേസ് ചെയ്തുകൊണ്ട് പ്ലീസ്. ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ റോജയ്ക്ക് ഇനി സെൽഫി എടുക്കാനുള്ള ഒരു അവസരമാണ് ടൊവിനോടൊപ്പം. യെസ്, യു ക്യാൻ ഡു ദാറ്റ്. നമ്മുടെ ക്യൂട്ട് സാന്റാക്ലോസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ 10 നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും നമ്മളിവിടെ ഗിഫ്റ്റ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള മൊമെൻറ്റ് ലാൽജി. യെസ് പ്ലീസ്. ലാൽജി, താങ്ക് യു സോ മച്ച്. ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടൊരു വ്യക്തിയാണ്. ഉമ്മയുടെ ഒപ്പം അല്ല, ഉപ്പയുടെ ഒപ്പമാണ് വന്നിരിക്കുന്നത്. അയച്ചോടാ. ഹിയർ വി ഗോ. നമുക്ക് ഇങ്ങോട്ട് ലാൽജി, നമുക്കിവിടെ അവിടെ ഫോട്ടോ ഉണ്ട്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് തീർച്ചയായിട്ടും ടൊവിനോടൊപ്പം സെൽഫി എടുക്കാനുള്ളൊരു അവസരവുമുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ടൈം അങ്ങനെ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി എനിക്കറിയാം കുറച്ച് പേർക്കും കൂടി സെൽഫി എടുക്കാനുണ്ടെന്ന്. പക്ഷേ അതിന് മുമ്പായിട്ട്
നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. വന്നപ്പോൾ തൊട്ട് ഞാൻ സംസാരിപ്പിക്കാണ്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ കുറച്ച് പേര് എന്നോട് പിണങ്ങിയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അതൊന്ന് മാറ്റി ടൊവിനോ സംസാരിക്കണ്ടേ നമ്മളോട്? ഓക്കെ, സോ ഹിയർ വി ഗോ. ടൊവിനോ, എൻ്റെ ഉമ്മാൻ്റെ പേര് ഏറ്റവും മനോഹരമായൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ഞങ്ങൾക്ക് തന്നു. താങ്ക് യു സോ മച്ച്. എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ബിലേറ്റഡ് ക്രിസ്മസ് വിഷസ് അറിയിക്കുകയാണ്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പറ്റിയതിൽ. എല്ലാവരും സിനിമ കണ്ടോ? സിനിമ കണ്ടവരൊന്ന് കൈപോക്കിയേ കാണട്ടെ. അപ്പൊ നമ്മുടെ പടത്തിന് ഇനിയും കുറെ കളക്ഷൻ കയറാനുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ ഇനിയും കാണാനുണ്ട്. കാണുമോ? കാണൂല്ലേ? ഇത് ഞങ്ങൾ കുറേ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഞങ്ങൾ കുറേ ഇഷ്ടപ്പെടുന്ന ഒരു ക്രൂ ആണ് ഞങ്ങളൊക്കെ. ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ചെയ്തൊരു സിനിമയാണ്. ആ സന്തോഷം ഈ സിനിമയിലൂടെ നിങ്ങൾക്കും പകർന്നു കിട്ടുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിനോടകം തന്നെ സിനിമയ്ക്ക് വളരെ നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം പ്രൊഡ്യൂസർ സേഫ് ആവുമെന്നാണ് തോന്നുന്നത്. എങ്കിലും നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. കണ്ടവർക്ക് നന്ദി, ഇനി കാണാൻ പോകുന്നവർക്കും നന്ദി. പിന്നെന്താണ്, പിന്നെ ഇനി ന്യൂ ഇയർ ആണ് വരുന്നത്. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നന്മയും ഒക്കെ നിറഞ്ഞ ഒരു ന്യൂ ഇയർ ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ടൊവിനോ. ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ പേരിലാണ്. പക്ഷേ 2019 ഒരുപാട് ചിത്രങ്ങളാണ് വരാനുള്ളത്. അതിലൊക്കെ ഞങ്ങളെല്ലാവരും ഇതുപോലെ ഇങ്ങനെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം ഒന്നിലൊന്ന് മികച്ചതായിരിക്കും എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട്. അപ്പം ടൊവിനോ, നമുക്ക് 10 ഫാമിലീസാണുള്ളത്. അതിൽ കുറച്ച് പേർക്ക് ടൊവിനോ സമ്മാനം കൊടുത്തു, കുറച്ച് പേർക്ക് നമ്മുടെ ഉർവശി മാം, ഗോപി സർ ഒക്കെ കൊടുത്തു. പക്ഷേ ടൊവിനോടൊപ്പം സെൽഫി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ടാവും. സോ പ്രണവ് ആദ്യം ഗിഫ്റ്റ് വാങ്ങിയ ആളാണ്. പ്രണവ് ഉമ്മയോടൊപ്പം വന്ന് ടൊവിനോടൊപ്പം സെൽഫി എടുക്കാവുന്നതാണ്. സോ യെസ്, പ്രണവ്, ഉമ്മ, ഫാമിലി, ബ്രദേഴ്സൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അൽക്ക അമ്മയുടെ ഒപ്പമാണ് വന്നത്. അമ്മയുടെ ഒപ്പം സിനിമ കണ്ടു, ഇവിടെ വന്ന് ഗിഫ്റ്റ് കളക്ട് ചെയ്തു. അപ്പോൾ ഇനി സെൽഫി. ഓടിവായോ. അൽക്കയുടെ മുഖത്ത് ഞാൻ ചിരി കണ്ടാൽ അറിയാം ഭയങ്കര വലിയൊരു ടൊവിനോ ഫാനാണെന്ന്. ആ ഒരു മുഖത്തുള്ള ഒരു പുഞ്ചിരി കണ്ടാൽ അറിയാം അല്ലേ? അമൃതേഷ് യെസ്, അമൃതേഷ് ഫാമിലി ആയിട്ട് ഉമ്മയും ഉപ്പയും ഒക്കെ ആയിട്ട്, അമ്മയും അച്ഛനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ സെൽഫി. റിബിൻ എവിടെ? റിബിൻ ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെയാണല്ലോ കയറി വന്നത്. ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു സെൽഫി എടുക്കാം തീർച്ചയായിട്ടും ടൊവിനോടൊപ്പം. റിബിൻ, മിനിമോൾ. റിബിന് ശേഷം മിനിമോളാണ്. ഓടിയാ അമ്മയുടെ ഒപ്പം ഓടിയാ. മിനിമോൾ, നാളെ സ്കൂളിൽ പോയി ഏറ്റവും നല്ല ക്രിസ്മസ് ഗിഫ്റ്റാണ് നമ്മുടെ മിനിമോക്ക് കിട്ടിയിരിക്കുന്നത്. ടൊവിനോടൊപ്പം എനിക്ക് സെൽഫി എടുക്കാൻ പറ്റി. രശ്മി, വെൽക്കം.
രശ്മി ദെൻ വിജി. വിജി നമ്മുടെ കാവ്യ, ലാൽജി ആൻഡ് റോജ, നിങ്ങൾ മൂന്നുപേരും ഓൾറെഡി സെൽഫീസ് എടുത്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു. അപ്പം ടൊവിനോ, ഇനി സെൽഫി ടൊവിനോ എടുക്കണം. ടൊവിനോയുടെ ഫോണിൻ്റെ അതെ നമ്മുടെ എല്ലാവരുടെയും ഒരു സെൽഫി പ്ലീസ്. ഗോപി സർ, യു ക്യാൻ കം അപ്പ് ഓൺ സ്റ്റേജ്. ഒരു ഗ്രൂപ്പ് സെൽഫി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്. സോ നമ്മൾ കാസ്റ്റ് ആൻഡ് ക്രൂ ലുലു മോളിനോടൊപ്പം ചേർന്ന് നമുക്കൊരു അഡാർ സെൽഫി എടുക്കാം അല്ലേ? ഒരു ഗംഭീരമായ ഒരു സെൽഫി എടുക്കാം. സെൽഫിയോ സെൽഫി വീഡിയോ? എൻ്റെ ഉമ്മാൻ്റെ പേര് ഇതുവരെ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ തിയേറ്ററിൽ പോയി കാണുക. ആൻഡ് ഈ കാണിച്ച സ്നേഹം ഉണ്ടല്ലോ, ഇത് തിയേറ്ററിൽ പോയി തീർച്ചയായിട്ടും കാണിക്കുക. താങ്ക് യു സോ മച്ച് ദ വണ്ടർഫുൾ ടീം ഓഫ് എൻ്റെ ഉമ്മാൻ്റെ പേര്. ഏറ്റവും നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിന് ലുലു മോൾ once again give it up for എൻ്റെ ഉമ്മാൻ്റെ പേര് team. Thank you so much. Thank you so much. Yes, please. Thank you. So yes, or a Merry Christmas, Happy New Year for them. Come on, Lulu Mall, they're going. Okay, അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. Thank you so much for the wonderful gift. Thank you so much. Yes. തിയേറ്ററിലൊക്കെ പോയി കാണാനാണ് നമ്മളെല്ലാവരും ഇനി കാത്തിരിക്കുന്നത്. എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന ഈ ഒരു ചിത്രത്തിൻ്റെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കൊടുത്ത ഒരു സ്നേഹവും വലുത് തന്നെയാണ്. അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷനാണ് ഇന്നിവിടെ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ എൻ്റെ ഉമ്മാൻ്റെ പേര് ടീം. താങ്ക് യു സോ മച്ച്. സോ ലുലു മോൾ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. ദിസ് ഇസ് മിഷ്ടി സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്.